ഹായ് വരുവൻ, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഒരു പ്രൊഡക്റ്റാണ്. അതായത് ഓഡിയോ ലിങ്ക് റിമോട്ട് HZ 1.6. അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു വർക്കിംഗ് വീഡിയോ ആണ്. ഇതെങ്ങനെ കോൺഫിഗർ ചെയ്യാം, ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു ഇതാണ്. ഇപ്പോൾ ഈ മോഡ്യൂളിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ലിങ്ക് റിമോട്ട് HZ 1.6 ആണ് നമ്മളിതിൽ വരുന്നത്. ഇതൊരു യൂണിവേഴ്സൽ ഇൻഫ്രാറെഡ് ക്ലോൺ എൻജിൻ ആണിത്. നമുക്ക് ഏത് റിമോട്ട് IR റിമോട്ടും നമുക്ക് ഇതിലോട്ട് ക്ലോൺ ചെയ്തിട്ട് നമുക്ക് ആപ്പ് ത്രൂ ബ്ലൂടൂത്ത് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്കിതിന് വേറെ അഡീഷണൽ വയറിംഗ് കണക്ഷനൊന്നും നമ്മുടെ ഡിവൈസുമായിട്ട് കൊടുക്കണ്ട. അത് IR വഴി ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളും. നമുക്കിതിലൊരു 12 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് ലേണിംഗ് മോഡ് എൻ്റർ ചെയ്തിട്ട് ആ റിമോട്ടിൻ്റെ IR ഡാറ്റ ക്ലോൺ ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ഫ്രെയിംവെയർ വെർഷൻ എന്ന് പറയുമ്പോൾ 1.13 ആണ്. അതായത് 1.13യുടെ ക്ലോണിങ് എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 2 എഞ്ചിനുണ്ട്, IR എഞ്ചിനുണ്ട്. അതായത് ഒന്നെന്ന് പറയണത് നമുക്ക് നോർമലായിട്ട് നമ്മുടെ പ്രോട്ടോക്കോള് IR പ്രോട്ടോക്കോള് നമുക്കുണ്ട്, NEC എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പ്രോട്ടോക്കോളുണ്ട്. അത് ഡീകോഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതുള്ളത്. അപ്പോൾ അത് ആ റിമോട്ടിന് പ്രോട്ടോക്കോൾ ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റാഫ് ക്യാപ്ചർ എന്നും പറഞ്ഞിട്ട് വേറെ അതിൻ്റെ ടൈമിങ് ക്യാപ്ചർ ചെയ്തിട്ട് വരുന്നൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പം മറ്റേത് ഫെയിലായി കഴിഞ്ഞാൽ അതോ ചേഞ്ച് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് റാഫ് ക്യാപ്ചറിങ്ങിലോട്ട് പോകും. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു വൈറ്റ് ബോക്സിലാണ് നമ്മളിത് കൊടുക്കുന്നത്. അതിനകത്ത് ആൻറ്റി സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു കവറുണ്ട്. അതിൻ്റെ ആൻറ്റി സ്റ്റാറ്റിക് കവർ, അതൊരു സിപ്പ് കവറാണ് വരുന്നത്. നമുക്ക് ഈ കവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ESP32ൻ്റെ SOC യൂസ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞൻ ബോർഡാണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് SMDയും ടിപ്പ് കമ്പോണൻസ് SMDയും വരുന്നുണ്ട്. ഈ ബോർഡിൻ്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിനകത്ത് 2 കണക്ടറാണ് വരുന്നത്. അതിപ്പോൾ ഞാൻ അടുത്ത ഡിസൈനിൽ ഞാനത് ഒരു ചേഞ്ചസ് വരുത്തും. കാരണം ഇതൊരിപ്പോൾ 2 പിന്നും 1 3 പിന്നും ആക്കും. ഒന്നെന്ന് പറയണത് ഈ റെഗുലേറ്ററിനായിട്ട് അടുത്തുള്ളതാണ് ഇതിൻ്റെ പവർ കണക്ടർ. അപ്പോൾ അതാണ്ട് ഇതിനകത്ത് ഇതിൻ്റെ കൂടെ അതിൻ്റെ കേബിളുകളുണ്ട്. ഇതാണ് അതിൻ്റെ പവർ കണക്ടർ. ഈ 2 വയർ വരുന്നത്. ഈ 3 വയർ വരുന്നത് അതിൻ്റെ ഡീബഗ് ഇങ്ങനെയുള്ള കണക്ടറാണ്. ഇത് നമുക്ക് കോം ലിസണറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡേറ്റാസ് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അത് ഞാൻ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ യൂസ് എന്താണെന്നുള്ളത്. നോർമൽ കസ്റ്റമറിന് അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പം നമുക്ക് ടെക്നീഷ്യന് അല്ലെങ്കിൽ ഒരു ഇത് സിസ്റ്റം ഡെവലപ്പ് അല്ലെങ്കിൽ അസംബിൾ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ ആവശ്യകത കൂടുതൽ വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അതായത് ഇപ്പോൾ ആമ്പൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ഉപയോഗിക്കാം. ഈ കിറ്റ് യൂസ് ചെയ്യാം. അവരുടെ ഇൻഫ്രാറെഡ് റിമോട്ട് കൺട്രോളിനെ നമുക്ക് സ്മാർട്ട് റിമോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാം. ആൻഡ്രോയിഡ് ആപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന റിമോട്ട് കൺട്രോൾ കിറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു അഡീഷണൽ ഒരു ഫീച്ചറായിട്ടുണ്ട്. ഇതേവരെ അങ്ങനെയുള്ളൊരു ഫീച്ചറൊന്നും ആരും കൊണ്ടുവന്നിട്ടില്ല നിലവിൽ. അപ്പം വളരെ റെയറായിട്ടുള്ള ചില ബ്രാൻഡുകൾ മാത്രമേ അങ്ങനെ എന്താ പറയണേ ഈ ക്ലോൺ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പൊന്നും ആരും കൊണ്ടുവന്നിട്ടില്ല. ജസ്റ്റ് ഇത് റിമോട്ട് കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറേ കിറ്റുകൾ റീസെൻ്റായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനൊരു ഫീച്ചർ ഇല്ല നിലവിൽ. അപ്പോൾ ഇത് അങ്ങനെ ഒരു സ്മാർട്ട് ഫീച്ചറാണ്. വലുതായിട്ടൊന്നും ഒരു ഭയങ്കര സംഭവമൊന്നും അല്ല. ഒരു എന്താ പറയണത് നമ്മൾ നോർമൽ IR നിന്ന് മാറി ബ്ലൂടൂത്ത് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. അതാകുമ്പം നമുക്ക് കറക്റ്റ് അത് നോക്കി പൊസിഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബ്ലൂടൂത്തിൻ്റെ റേഞ്ചുള്ള എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അല്ലാതെ ഇതുകൊണ്ട് എന്താ പറയണേ മറ്റേ ഇൻഫ്രാറെഡിനെക്കാട്ടിയും ബെറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. അത് ഇങ്ങനെ വലിയൊരു സംഭവമായിട്ട് ഞാൻ പറയണില്ല. ഒരു എന്താ പറയുക ഒരു യുണീക്കായിട്ടുള്ളൊരു ഫീച്ചർ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് RXും TXും അതായത് നമുക്ക് കോംപോർട്ട് വെച്ചിട്ട് ഇതിനകത്തുള്ള ഡേറ്റ ഡീബഗ് ചെയ്യാനുള്ള സെറ്റപ്പാണ്. നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അല്ലാതെ ഇതിനകത്ത് LED ഇൻഡിക്കേഷൻസും ഉണ്ട്.
ഇതിനകത്തൊരു 4 LED ഉണ്ട്. ഒന്ന് പവർ, ഒന്ന് ബ്ലൂടൂത്തിൻ്റെ സ്റ്റാറ്റസ്, പിന്നെ ഒന്ന് IR ട്രാൻസ്മീറ്റർ, ഒന്ന് ഇതിൻ്റെ ലേണിംഗ് മോഡിൽ എൻ്റർ ചെയ്യുന്നതും അത് സേവ് ചെയ്യാനും അറിയാൻ പറ്റുന്ന ഒരു ഇത്. പിന്നുള്ളത് 3 സ്വിച്ചസ് ഉണ്ട്, ടാക്ട് സ്വിച്ചസ്. അതിനകത്ത് 2 എണ്ണം നമുക്ക് വരുന്നത് പ്രോഗ്രാം ചെയ്യാനുള്ളതാണ്, റീസെറ്റും പിന്നൊന്ന് ബൂട്ടും. അപ്പോൾ അത് നമുക്ക് നോർമൽ യൂസറിന് ആവശ്യമില്ല. റീസെറ്റ് നമുക്ക് എന്തെങ്കിലും എററൊക്കെ വരുവാണെങ്കിൽ റീസെറ്റ് ചെയ്യാം, അങ്ങനെ എറർ വരാൻ വഴിയില്ല. വാച്ച് ലോഗ് ഇത് ചെയ്തിട്ടുണ്ട്, പിന്നെ പവറിൻ്റെ ഇതൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഇത് ഓട്ടോ റീസെറ്റായിട്ട് അത് വർക്ക് ചെയ്യും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. ഇൻ കേസ് ഹാങ്ങായി പോയി കഴിഞ്ഞാൽ ആ റീസെറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റീബൂട്ടായിട്ട് വരും. ഇനി അടുത്ത ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ലേണിംഗ് മോഡിൻ്റെ സ്വിച്ച്. ഇതാണ് നമുക്ക് റിമോട്ട് ഇതിനെ ലേൺ ചെയ്യിക്കാനും എക്സിറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് അതിനെ ലേൺ ചെയ്യുന്നത്, എക്സിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. 12 വോൾട്ട് സപ്ലൈ നമ്മൾ കണക്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഒരു RX TX നമ്മൾ ഒരു TTL കൺവേർട്ടറിലോട്ട് നമ്മൾ USB ആയിട്ട് ലാപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീബഗ്ഗിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. നമുക്ക് ലാപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു കോം ലിസണർ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ തന്നെ കോം ലിസണർ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അതിനെ കാണിക്കാം. ഇവിടെ 12 വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൺ ആകുമ്പോൾ ഇതുപോലെ നമുക്ക് 2 LED ആദ്യം കാണും. ഒന്ന് റെഡ് പവറിൻ്റെയും ഒന്ന് ബ്ലൂടൂത്തിൻ്റെ സ്റ്റാറ്റസ് LED. അപ്പം നമുക്കിപ്പം ബ്ലൂടൂത്ത് കണക്റ്റ് ആവാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ബ്ലൂടൂത്ത് പെയറിങ്ങിന് ഉള്ള ഓപ്ഷൻ എടുക്കുക, സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം കണക്റ്റഡ് ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് പെയർ ന്യൂ ഡിവൈസ് കൊടുക്കുക. നിങ്ങൾക്കൊരു ആഡിയോ ബുക്ക് ബീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് പെയർ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഇത് പെയർ ആയിട്ടുണ്ട്, പക്ഷേ പെയർ ആയാലും നിങ്ങളുടെ ഡിവൈസ് കണക്റ്റഡ് അല്ല. കണക്റ്റഡ് അല്ലാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയറിൽ ഇത് കണക്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ആപ്പിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് അതിൻ്റെ GUI ഇതാണ്. അതിൽ നമ്മുടെ ഫസ്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കാണാം. ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് ഇതിനകത്തുള്ള റേഡിയോ ഓണാണ്. ഡിവൈസ് ഉണ്ട്, BT എന്നുള്ള ഡിവൈസാണ് നമ്മുടെ ടാർഗറ്റ് ഡിവൈസ്. അത് നമ്മൾ സ്കാൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് കാണും ഡിവൈസ് കിടക്കും. കണക്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ കണ്ടോ ബ്ലൂടൂത്ത് ഡിവൈസ് കണക്റ്റഡ്. ഇപ്പോൾ ഇവിടുത്തെ ബ്ലിങ്കിങ് സ്റ്റോപ്പായി. അതിനി ഇടയ്ക്കിടയ്ക്ക് ഒരു ഹാർട്ട് ബീറ്റ് പോലെ ഇങ്ങനെ കുറച്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടേ അത് ബ്ലിങ്ക് ചെയ്യത്തുള്ളൂ, മറ്റേ കണ്ടിന്യൂസ് ബ്ലിങ്കിങ് ഇല്ല. അപ്പം ഇപ്പോൾ നമ്മുടെ ഡിവൈസ് കണക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്കിനിയിപ്പം അടുത്ത് നമുക്കിതിൻ്റെ നമ്മുടെ ആ ലേണിംഗ് മോഡിൽ ഉണ്ടാവണം. അപ്പോൾ ലേണിംഗ് മോഡ് ഉണ്ടാവണം. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു കോം ലിസണറിൽ ഞാൻ കാണിച്ചു തരാം, എൻ്റെ ഡീബഗ് ചെയ്ത് കാണിച്ചു തരാം ഇത് എന്താണ് സംഭവം നടക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോർമലി ഇപ്പം ഇത് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലിസണിങ് മോഡിലോട്ട് എൻട്രി ആവണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിൽ ഒരു സിംഗിൾ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഈ 2 സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ഞാൻ പരിചയപ്പെടുത്തരാം. അതായത് ഈ 2 സ്വിച്ച് ഉണ്ട്. ഇതെന്ന് പറയുന്നത് റീസെറ്റാണ്. ഇത് നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ എന്ത് ചെയ്യും, റീസെറ്റ് ആവും. നമുക്ക് ഇതുപോലെ അതിനകത്ത് നമ്മൾ കോം ലിസണർ വെച്ച് ഡീബഗ് മോഡിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണും. ഒന്നുമില്ല, നമ്മൾ കോം പോർട്ട് ലിസണർ ആപ്പുണ്ട്, അത് എടുത്തിട്ട് കോം പോർട്ടും മറ്റേ അതിൻ്റെ ബൗണ്ട് റേറ്റും സെലക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ നമുക്ക് ഡേറ്റകൾ നമുക്ക് കോം പോർട്ട് വഴി നമുക്ക് ഇതുപോലെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ആൾക്കാർ ലേൺ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് സ്റ്റാറ്റസ് LED വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം റീസെറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കണക്ഷൻ ഡിസ്കണക്റ്റ് ആയി. നമ്മൾ റീകണക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് കണക്റ്റ് ആവും. ഇപ്പോൾ നമ്മൾ വീണ്ടും റീകണക്റ്റ് ആയിട്ടുണ്ട്.
എന്നിട്ട് നമുക്കിവിടെ ഈ ഒരു സിംഗിൾ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ലേണിംഗ് മോഡിലോട്ട് എൻ്റർ ആവും. നമുക്കിതിൻ്റെ ഹാർഡ്വെയർ റെക്കോർഡിംഗ് മോഡിലോട്ട് എൻ്റർ ആയി. അതായത് ഇനി നമുക്ക് ഇതിനകത്ത് റിമോട്ട് ലേൺ ചെയ്യാം. ലേൺ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് കണക്ട് ചെയ്ത് പെയർ ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കണക്റ്റഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ പവർ പ്രസ് ചെയ്യുക. അപ്പം കണ്ടോ ഇതിനകത്ത് ഈ LED വരും. ഇവിടെ അതുപോലെ റെഡി ടു റെക്കോർഡ് വാല്യൂ ഫോർ RC00, അതായത് പവറിൻ്റെ കോഡ് RC00 ആണ്. ഇപ്പം നിങ്ങൾ റിമോട്ട് എടുക്കുക. റിമോട്ട് എടുത്തിട്ട് ആ റിമോട്ട് പ്രസ് ചെയ്യുമ്പം കണ്ടോ അത് ഫ്ലാഷ് ചെയ്തിട്ട് ബ്ലിങ്ക് ആവും. അപ്പോൾ ഇവിടെ ആ റിമോട്ട് പൾസ് ഇതുപോലെ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് രണ്ട് റിമോട്ട് ക്യാപ്ചറിങ് മെത്തേഡുണ്ട്. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ പ്രോട്ടോക്കോൾ വെച്ചിട്ട് ക്യാപ്ചർ ചെയ്യുന്ന മെത്തേഡുണ്ട്. NEC അതുപോലെയൊക്കെയുള്ള പ്രോട്ടോക്കോളുകളാണെങ്കിൽ ഇതെന്ത് ചെയ്യും, ക്യാപ്ചർ ചെയ്തിട്ട് അതിൻ്റെ പ്രോട്ടോക്കോൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് സ്റ്റോർ ചെയ്യും. അല്ലാത്തതാണെങ്കിൽ റാപ്പ് ക്യാപ്ചർ എഞ്ചിൻ എന്ന് പറയും. അതായത് ഇതിൻ്റെ ആ ടൈമിങ് വെച്ചിട്ട് അത് റെക്കോർഡ് ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് രീതിയാണ് നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രോട്ടോക്കോൾ വെച്ചിട്ട് സേവ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മറ്റേ ടൈമിങ്ങിലോട്ട് പോകും. അങ്ങനെ നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു കീ പ്രസ് ചെയ്തു, അടുത്ത കീ നിങ്ങൾ അതിനകത്ത് ഇങ്ങനെ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഓരോ കീയും ഇതിനകത്ത് ഇതുപോലെ റെക്കോർഡ് ചെയ്ത് മാറ്റാൻ പറ്റും. മ്യൂട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കീയും നിങ്ങൾക്കിതുപോലെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ഇതിപ്പോൾ ഞാൻ എല്ലാ കീയും കാണിക്കുന്നില്ല, കാരണം കുറേ കീ ഉണ്ട് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ഞാനിപ്പോൾ ഇതിനകത്ത് ഇനി ഈ സാധനത്തിനകത്ത് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഷോർട്ട്സ് പ്രസ് ചെയ്തിട്ടാണ് കയറിയത്. ലോങ് പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ആ നീല LED ഉണ്ടാകും. കുറച്ച് 5 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. എന്നിട്ട് ഇതിനകത്ത് എക്സിറ്റ് റെക്കോർഡ് മോഡ് എന്നുള്ള ഇത് വരും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ റെക്കോർഡ് മോഡിൽ നിന്ന് എക്സിറ്റായി. ഇന്ന് നമുക്ക് ഈ റിമോട്ടിൻ്റെ ഫിസിക്കൽ റിമോട്ടിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഇതിനകത്ത് പവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇവിടെ ഒരു നീല LED, ഈ ഒരു പ്രാവശ്യം നമ്മൾ പവർ പ്രസ് ചെയ്യുമ്പം എന്ത് ചെയ്യും, ആ കോഡ് സെറ്റ് ചെയ്യും. കണ്ട ഇവിടെ നമുക്ക് മെസ്സേജ് വരും. കണ്ട ബ്ലാസ്റ്റഡ് റാ റെക്കോർഡിംഗ് ഫോർ RC00. അത് നമുക്ക് ആ കോഡ് സെൻഡ് ആവും. ആ കോഡ് IRLോട്ട് സെൻഡ് ആവുന്ന ടൈമിൽ തന്നെ നമുക്ക് ആ ബ്ലൂ LED, അതായത് നമ്മുടെ LED 4 നമുക്ക് ആ IRലിൻ്റെ ഡാറ്റ സെൻഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് വരും. എന്നിപ്പോൾ നമുക്ക് ഈ റെക്കോർഡ് ചെയ്ത ഇതിനകത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, അത് ബ്ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അല്ലാത്തത് നമ്മൾ റെക്കോർഡ് ചെയ്യാത്ത കീ നോക്കിക്കഴിഞ്ഞിട്ട് എറർ നോ വാല്യൂ റെക്കോർഡർ ഫൗണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ, നമ്മൾ വോളിയം പ്ലസിൻ്റെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എയർ ബ്ലാസ്റ്റ് ചെയ്യില്ല. നമ്മൾ റെക്കോർഡ് ചെയ്തെന്ന് മാത്രമേ അത് ബ്ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഇതാണ് എൻ്റെ ഒരു വർക്കിങ്. അപ്പോൾ ഇതിനകത്തിൻ്റെ ഫ്രെയിം വെയർ വെർഷൻ ആണെങ്കിൽ 1.13 ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു സ്റ്റേബിളായിട്ടുള്ള ഇതിൻ്റെ ഫ്രെയിം വെയർ. അപ്പോൾ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 2 ക്യാപ്ചർ എഞ്ചിനും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോക്കോൾ ബേസ് ചെയ്തിട്ടുള്ള ക്യാപ്ചറിങ്. അതിപ്പം ആ NEC ആണെങ്കിൽ NEC അതിൻ്റെ കോഡ് ഡീകോഡ് ചെയ്ത് തന്നെ സ്റ്റോർ ചെയ്യും. അത് ഫെയിൽ ആയിപ്പോയി കഴിഞ്ഞാൽ റാ ക്യാപ്ചർ എഞ്ചിൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഇതിനകത്തെല്ലാം യൂണിവേഴ്സൽ റിമോട്ട് ക്ലോണർ എന്ന് പറയാം. നമുക്ക് എല്ലാ റിമോട്ടുകളും നമുക്കിതിനകത്ത് IR റിമോട്ടുകളും ഇതിനകത്ത് ക്ലോൺ ചെയ്യാൻ പറ്റും. ഇതൊരു എന്താ പറയുക, നമ്മുടെ ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഫോണും നമ്മുടെ ഓഡിയോ ഡിവൈസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റുമായിട്ട് ഒരു ബ്രിഡ്ജ് പോലെ വർക്ക് ചെയ്യും. IR വഴി നമുക്ക് അതുമായിട്ട് വേറെ വയറിൻ്റെ കണക്ഷനൊന്നുമില്ല. അത് IR ത്രൂ നമുക്ക് അത് ഡിവൈസുമായിട്ട് ഓഡിയോ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണുമായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യും. ഇതിനൊരു 12 വോൾട്ട് സപ്ലൈ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ വർക്കിങ്.